ഹരേ രാമ ഹരേ കൃഷ്ണ. 12 വർഷത്തിനു ശേഷം അതിഗംഭീരമായ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത്. വ്യാഴവും കേതുവും ചേർന്നാണ് നവ പഞ്ചമയോഗം സൃഷ്ടിക്കപ്പെടുന്നത്. ദേവന്മാരുടെ ഗുരുവാണ് വ്യാഴം. വ്യാഴത്തിന്റെ മാറ്റമാണ് പലപ്പോഴും നവപഞ്ചമയോഗം സൃഷ്ടിക്കപ്പെടുന്നതും. ഈ മാസം വ്യാഴം ശുക്രന്റെ രാശിയായ ഇടവത്തിലാണ് സംക്രമിക്കുന്നത്. ഇതിന്റെ ഫലമായി അനുകൂലമായ പല മാറ്റങ്ങളും പല രാശിക്കാരിലും വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെയാണ് കേതുവിന്റെ കന്നി രാശി സംക്രമണവും. ഇവ രണ്ടും ഒന്നിച്ചു വരുന്നതിന്റെ ഫലമായാണ് നവപഞ്ചമയോഗം ഉണ്ടാകുന്നത്. ജ്യോതിഷപ്രകാരം പറയുകയാണെങ്കിൽ നവപഞ്ചമയോഗം ചിങ്ങം രാശിയിലാണ് ഉണ്ടാവുന്നത്. പലപ്പോഴും വളരെ നാളായി നമ്മളിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനു വേണ്ടി നവപഞ്ചമയോഗം സഹായിക്കുന്നു. ഇതോടൊപ്പം ധനനേട്ടവും നമ്മളെ തേടി വരുന്നതാണ്. ഈ യോഗത്തിലൂടെ നിങ്ങൾക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്നു. നവപഞ്ചമയോഗം സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ പല രാശിക്കാരിലും അവരുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച കൊണ്ടുവരുന്നതാണ്. ഇനി ഏതൊക്കെ രാശിക്കാരിലാണ് ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം ഇടവം രാശിക്കാരാണ്. ഇടവ രാശിക്കാർക്ക് നവപഞ്ചമയോഗം സൃഷ്ടിക്കുന്ന പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ നൽകുന്നു. ജോലിയിൽ അനുകൂലമായ പല സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടും. മുടങ്ങിക്കിടന്നിരുന്ന പല ജോലികളും നിങ്ങൾക്ക് ഈ സമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് അത് നേടുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇടവം രാശിക്കാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ശമ്പള വർധനവ് ഉണ്ടാകും. ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള വളർച്ചയും നിങ്ങളിൽ നവപഞ്ചമയോഗം മൂലം വന്നു ചേരും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടക രാശിക്കാർക്ക് നവപഞ്ചമയോഗം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ സമ്മാനിക്കും. കർക്കിടക രാശിക്കാരുടെ വരുമാനവുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ഈ മാറ്റം നടക്കുന്നത്. അതിനാൽ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ അസാധാരണമായ വളർച്ച നിങ്ങളെ തേടിയെത്തുന്നതാണ്. പല വഴികളിലൂടെ പണം വന്നു ചേരും. പഴയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കർക്കിടക രാശിയുടെ 12-3 ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ. ജീവിതത്തിൽ സാഹസികത പ്രകടമാക്കുന്ന നാളുകാർ കൂടിയാണ് കർക്കിടക രാശിക്കാർ. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങ രാശിക്കാർക്ക് അവരുടെ 10ാമത്തെ ഭാവത്തിലാണ് നവപഞ്ചമയോഗം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പല അനുകൂല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ജോലിയിൽ ഉയർച്ചയും ജോലി തേടുന്നവർക്ക് പെട്ടെന്ന് ജോലി ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ബിസിനസ്സിൽ നഷ്ടം എന്ന് വിചാരിക്കുന്നിടത്ത് പലപ്പോഴും ലാഭം വന്നു ചേരും. തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച പണം നിങ്ങൾക്ക് ഈ സമയത്ത് തിരിച്ചു കിട്ടുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് നല്ല ഫലങ്ങൾ ലഭിക്കും. ജീവിത വിജയത്തിനുള്ള വലിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും. സാമ്പത്തികമായി നിങ്ങളുടെ വരുമാനം ഉയർന്ന നിലയിലാകും. ഈ സമയത്ത് നിങ്ങൾക്ക് പല വരുമാന മാർഗങ്ങളും ലഭിക്കുന്നതാണ്. കുറച്ചു കാലമായി നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഈ സമയം പരിഹാരം കാണുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടത്തിന് ധാരാളം അവസരങ്ങൾ ഉണ്ടാകും. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി സ്ഥാനത്ത് വളരെയധികം പ്രശംസ വർദ്ധിക്കുകയും അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. മകര രാശിക്കാർക്ക് നവപഞ്ചമയോഗം വളരെയധികം സൗഭാഗ്യങ്ങൾ സമ്മാനിക്കുന്നതാണ്. പലപ്പോഴും ഇത് വലിയ നേട്ടങ്ങൾ നേടിത്തരുന്നു. കോടതി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ അനുകൂല മാറ്റങ്ങൾ ലഭിക്കും. ജോലിയിലെ പുരോഗതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതിന് തുല്യമായിരിക്കും.
ഉത്തരവാദിത്തത്തോടെ എല്ലാ ജോലിയും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അത് മാത്രമല്ല, അപാരമായ സാമ്പത്തിക നേട്ടം ജോലിയിൽ നിന്ന് നിങ്ങളെ തേടിയെത്തും. നിങ്ങൾക്ക് ഈ സമയം ലാഭമുണ്ടാക്കാനുള്ള ധാരാളം അവസരങ്ങൾ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലിസ്ഥലത്ത് പ്രമോഷനോ ശമ്പള വർധനവോ ലഭിക്കും. പണം സമ്പാദിക്കുവാനുള്ള കഴിവ് നിങ്ങളുടെ വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ ബിസിനസ് നടത്തുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് നിരവധി ഡീലുകൾ ലഭിച്ചേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ ഭാഗ്യവാനാണെന്ന് തെളിയും. പണം സമ്പാദിക്കാനായി നിങ്ങൾ കൈക്കൊള്ളുന്ന ഏത് പദ്ധതിയിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും പൂർണ്ണമായ സഹകരണവും പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കും. ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പദവിയും സ്ഥാനവും വർദ്ധിക്കും. തൊഴിൽ ചെയ്യുന്നവർക്ക് അധിക വരുമാന സ്രോതസ്സുകൾ വന്നുചേരുന്നതാണ്. എല്ലാ രീതിയിലും സാമ്പത്തികമായോ വളരെ വർധനവാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.